ഇതൊക്കെ ഒഴിവാക്കായിരുന്നില്ലേ രവി? മാരകായുധങ്ങളുമായി എന്തിനും തയ്യാറായി വന്നവർക്ക് നേരെ ഏറ്റുമുട്ടേണ്ടി വന്നത്. ബാലനത് ചെയ്തില്ലായിരുന്നെങ്കിൽ കിണ്ണനായിരിക്കും ഇത് സംഭവിക്കുക. എന്നിട്ട് ഓന്റെ മയ്യത്ത് ഇപ്പോഴും അവിടെ കിടക്കുക. ഷായുടെ ആളുകൾ വന്ന് പിന്നീട് എടുത്തോണ്ട് പോയി. എന്നാലും എന്റെ കൈ കൊണ്ട് അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇനി എന്ത് ചെയ്യും? PSC ടെസ്റ്റ് എഴുതി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാ ബാലൻ. ഒരുപാട് പ്രതീക്ഷയുള്ള ചെറുപ്പക്കാരൻ. ഒരു പോലീസ് കേസിൽ എങ്ങനെ കുടുങ്ങിപ്പോയാൽ അവന്റെ ജീവിതം പാഴായി പോകുമ്പായി. നമ്മുടെ ഇടയിലുണ്ടായ ഒരു പ്രശ്നത്തിന് എന്തിനാ വെറുതെ പോലീസിനെ ഇടപെടുത്തണേ? അത് നമുക്ക് തന്നെ അങ്ങോട്ട് പറഞ്ഞു തീർത്താ പോരെ. ഞാൻ ഏതായാലും ഷായുടെ വക്കീലുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. എനിക്കത്ര വിശ്വാസം പോരാ. ചതിയനാവൻ. എനിക്കും അറിയാ. പക്ഷേങ്കിൽ ഈ ഇപ്പൊ ഇവിടെ കാണിക്കേണ്ടത് ആവേശമല്ല, കൗശല. കുറുക്കന്റെ കൗശലം. ഓരെന്താ ഉദ്ദേശിക്കണേന്ന് മുന്നേ കൂട്ടി അറിയാനുള്ള കഴിവ് എനിക്ക് വേണം. അല്ല, അത് എനിക്കുണ്ട്. പിന്നെ കാര്യങ്ങൾ സോൾവായി വരുമ്പോ ഈ കടുംപിടുത്തം പിടിക്കരുത്. ഒന്നുമില്ലെങ്കിലും മരിച്ചുപോയ ഒരുത്തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ. വന്നാട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ ബായി? അല്ല, ഓൻ വന്നില്ലേ അഡ്വക്കേറ്റ് ഐസക്ക്? അയാൾ വരും, അല്പം താമസിക്കുന്നു വിളിച്ചു പറഞ്ഞു. യാതൊരു പ്രകോപനവുമില്ലാതെ എന്റെ ആൾക്കാരോട് ഏറ്റുമുട്ടുകയും അതിലൊരാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. എന്റെ നഷ്ടം വളരെ വലുതാണ്. ഒന്നും അറിയില്ല എന്ന ഭാവത്തിലാണല്ലോ നിങ്ങളുടെ സംസാരം. കഴുത്തറക്കാൻ വന്നവന്റെ തല തന്നെ മണ്ണ് നിന്നു. അത്രേ അവിടെ സംഭവിച്ചുള്ളൂ. ഒരിക്കൽ ഇതുപോലെ ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് ഭായിയും ഞങ്ങളുമെല്ലാം ഇതൊന്ന് അവസാനിപ്പിച്ചതാ. ഇന്ന് വീണ്ടും നീയായിട്ട് ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു. അതെ, സാധാരണ ജനങ്ങളുടെ നന്മ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഒരു രക്തപ്പുഴ ഒഴുക്കേണ്ടി വന്നാലും ഞാൻ മടിക്കില്ല. ആരാണ് ഇവിടെ ഒന്നാമൻ എന്ന തർക്കം നമുക്കിടയിൽ എന്തിനാ? യു സീ, വി ആർ ഓൾ ഈക്വൽസ്. നമ്മൾ പരസ്പരം അറിയുന്ന ആൾക്കാരല്ലേ. ഒരു പരിചയമില്ലാത്തവരെ പോലെ വെറുതെ വർത്താനം പറഞ്ഞ് നേരം കളയണ എന്തിനാ? നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താ നിങ്ങളുടെ ഡിമാൻഡ്? അത് പറയ്. ഒന്ന്, തൊഴിലാളി നേതൃസ്ഥാനത്ത് നിന്ന് രവി പിന്മാറണം. അല്ല, തൊഴിലാളികളെ സേവിച്ച് അടങ്ങുന്നാണെങ്കിൽ ഞങ്ങളുടെ യൂണിയനിൽ ചേർന്ന് പ്രവർത്തിക്കാം. അടച്ചിട്ടിരിക്കുന്ന ബായുടെ തട്ടുംപുറം ബാറിൽ ഡാഡിക്ക് വലിയ താല്പര്യമുണ്ട്. എത്ര വേണം പറഞ്ഞാൽ മതി. എന്താ രവി, എന്താ എന്റെ അഭിപ്രായം? ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ കുറിച്ചല്ലേ ഇവിടെ സംസാരിക്കുന്നത്. പിന്നെ എന്താ രവിയുടെ മനസ്സിലുള്ളത്? തുറന്നു പറയൂ. കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബത്തിന് എത്ര നഷ്ടപരിഹാരം കൊടുക്കണം? കൊടുക്കാം. തെറ്റ് ഞങ്ങളുടേതല്ലെങ്കിൽ പോലും. അല്ലാതെ ഒരു ഭീഷണി ഭയന്നാണ് ഞങ്ങൾ വന്നതെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി. മോനെ രവി, രാഷ്ട്രീയത്തിൽ പിച്ച പോലും വെച്ച് തുടങ്ങിയിട്ടില്ലാത്ത നിനക്ക് യഥാർത്ഥ ഗുണ്ടായിസം അറിയില്ല അല്ലേ? യുവജനങ്ങളെ വഴിതെറ്റിച്ച് കീശ വീർപ്പിക്കുന്ന താൻ ഇതുവരെ ശക്തനായ ഒരു എതിരാളിയോട് ഏറ്റുമുട്ടിയിട്ടില്ല അല്ലേ? നിയന്ത്രിക്കാമെന്നുറപ്പുള്ള കുതിരയുടെ പുറത്തെ ബുദ്ധിയുള്ള യോദ്ധാവ് കയറാവൂ. നിയന്ത്രിക്കാനാവാത്ത മൃഗത്തെ വളർത്തി വലുതാക്കരുത് എന്നും ഒരു ചൊല്ലുണ്ട്. നിങ്ങളിത് എവിടെയായിരുന്നു? അവരെല്ലാം വന്ന സമയത്രേ. വേച്ചല്ലേ. ഐ എം സോറി. അഡ്വക്കേറ്റ് എത്തിയല്ലോ, ഇനിയല്ല അയാൾ തീരുമാനിക്കട്ടെ. സോറി, വെരി സോറി. ഒരു അത്യാവശ്യ കാര്യത്തിൽ പെട്ടുപോയത് കൊണ്ടാ. ടേംസ് ഒക്കെ സംസാരിച്ചല്ലോ അല്ലേ? എല്ലാം എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് പത്രത്തിലാക്കിയേക്കാം.
ഹലോ 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 യെസ് യാ എക്സ്ക്യൂസ് മീ, ഞാനൊരു മീറ്റിംഗിലായിരുന്നു. പറഞ്ഞോളൂ. എന്താണ്? എന്താ പറഞ്ഞത്? ഐ സി. അല്ല രവി, എല്ലാം സമ്മതമാണല്ലോ. മിസ്റ്റർ അഡ്വക്കേറ്റ്, ഇവരാവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് സമ്മതമല്ല. ഞാനത് അംഗീകരിക്കില്ല. പുതുതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ഡാഡി വിളിക്കുന്നു. കാടയിലും പടർപ്പയിലും തല്ലാതെ നമുക്കിനി കാര്യത്തിലേക്കും കടക്കാം. നമ്മളെ ചതിച്ചു മോനെ. അല്ലാ.